നമസ്കാരം. PSC അംഗത്വത്തിന് കോഴ വിവാദത്തോടെ പാർട്ടി തണലിൽ കോടികൾ പോക്കറ്റിലാക്കിയവരുടെയും സർക്കാർ പദ്ധതികൾ സ്വന്തമാക്കിയവരുടെയും വിവരങ്ങൾ വലിയ ചർച്ചയാവുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അനധികൃത ഇടപാടുകൾക്ക് കുടപിടിക്കുന്നതും പാർട്ടിയുടെ ബന്ധപ്പെട്ട കോക്കസ് തന്നെയെന്നാണ് വിമർശനം. എല്ലാം മാധ്യമ സൃഷ്ടിയെന്ന് നേതാക്കൾ പറഞ്ഞൊഴിയുമ്പോൾ വിവാദമെല്ലാം അവസരമാക്കി മാറ്റുകയാണ് ഇക്കൂട്ടർ. സംഘടനാശേഷിയിൽ കേരളത്തിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന ജില്ല. CPM-നൊപ്പം കൈമേയി മറന്ന് നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ. എന്നാൽ അധികാരത്തെ ഒരവസരമാക്കി മാറ്റിയ, കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കോടീശ്വരന്മാരായ ഒരുപറ്റം പാർട്ടിക്കാരെ കൊണ്ട് അമ്പരക്കുകയാണ് ജില്ലയിലെ സാധാരണ CPM പ്രവർത്തകർ. നഗരത്തിലെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ നേടിയ സാമ്പത്തിക വളർച്ച പാർട്ടിയിൽ വലിയ സജീവ ചർച്ചയാണ്. നേരത്തെ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കവേ അച്ചടക്ക നടപടി നേരിട്ട ഇയാൾ ഇന്ന് ജില്ലയിലെ പ്രധാന നേതാക്കന്മാരുടെ വിശ്വസ്തനാണ്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ അടക്കം നഗരത്തിലെ പല വൻ സാമ്പത്തിക ഇടപാടുകളിലും ഇടനിലക്കാരന്റെ വേഷത്തിൽ എത്തുന്ന ഈ യുവ നേതാവിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് പാർട്ടിക്ക് മുന്നിൽ പരാതി വന്നിട്ട് ഏറെ നാളായി. പക്ഷേ നേതൃത്വം അനങ്ങിയിട്ടില്ല. ഇതേ വ്യക്തി ഉൾപ്പെടുന്ന ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാകട്ടെ സഹകരണ സംഘത്തിലെ വായ്പാ ക്രമക്കേടിൽ ആരോപണം നേരിടുന്ന വ്യക്തിയും. ഭൂമി തരംമാറ്റം മുതൽ നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് ലൈസൻസ് വാങ്ങി നൽകുന്നതടക്കമുള്ള ഇടപാടുകളിലെല്ലാം CPM-ന്റെ ഈ കോക്കസ് സജീവമാണ്. വ്യക്തികൾ നേരിട്ട് നടത്തുന്ന ഇത്തരം അഴിമതികൾക്കൊപ്പം ഭരണസ്വാധീനത്തിൽ സർക്കാർ പദ്ധതികൾ പാർട്ടിക്കാരുടെ കൈകളിൽ എത്തിയതിൻ്റെ നിരവധി ഉദാഹരണങ്ങളും കോഴിക്കോട് നിന്ന് ചൂണ്ടിക്കാട്ടാനുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് കോർപ്പറേഷന് കീഴിലുണ്ടായിരുന്ന കെട്ടിടം പാർട്ടിക്കാരടങ്ങുന്ന സംഘം ചുളുവിലയ്ക്ക് പാട്ടത്തിനെടുത്തതിന് പിന്നാലെ തുറമുഖ വകുപ്പിന് കീഴിലെ ബംഗ്ലാവും സമാനമായ രീതിയിൽ സ്വകാര്യ സംരംഭകരുടെ കൈകളിൽ എത്തിക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കടപ്പുറത്തെ കെട്ടിടം പാട്ടത്തിനെടുത്ത വ്യക്തിയും ഉന്നത CPM നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. കോർപ്പറേഷന് കീഴിലുള്ള ബസ് ഷെൽട്ടറുകളുടെ പരിപാലനവും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോർപ്പറേഷൻ നിർമ്മിച്ച എസ്കലേറ്ററിന്റെ നടത്തിപ്പും ഇതേ വ്യക്തിക്ക് തന്നെയായിരുന്നു കിട്ടിയത്. സർക്കാരുമായും കോർപ്പറേഷനുമായും ബന്ധപ്പെട്ട പരസ്യങ്ങളും പരിപാടികളുടെ നടത്തിപ്പ് കരാറും കിട്ടുന്നതാകട്ടെ ജില്ലയിൽ നിന്നുള്ള മറ്റൊരു CPM നേതാവിൻ്റെ പേരിലുള്ള കമ്പനിക്കാണ്. മാലിന്യ സംസ്കരണം മുതൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വരെ, പാർക്കിംഗ് സമുച്ചയം മുതൽ കെട്ടിടങ്ങൾക്ക് നമ്പർ അനുവദിക്കുന്നതുവരെ പല വൻകിട പദ്ധതികളും ഇടപാടുകളും പാർട്ടി നേതാക്കളോ അവരുടെ ബിനാമികളോ ആണ് കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി കൈകാര്യം ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷവും കണക്കുകൾ നിരത്തി പറയുന്നു. ഈ ക്രമക്കേടുകളെല്ലാം കണ്ട ഇടത് കൗൺസിലർമാർ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് UDF വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ഉള്ള നടപടികളാണ് പാർട്ടിയെ സത്യത്തിൽ തകർക്കുന്നത്. സാധാരണക്കാരൻ്റെ മനസ്സിൽ CPM എന്ന പാർട്ടിയുടെ സ്ഥാനം പോകുന്നത് ഇവിടെയാണ്. കാണിക്കുന്നതെല്ലാം തോന്നിയാസങ്ങൾ, അനധികൃതമായ നടപടികൾ, അഴിമതികൾ, കൈക്കൂലി, സ്വജനപക്ഷപാതം. ഇതെല്ലാം കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിലും CPM ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പോലെ ജനങ്ങൾ പൂർണ്ണമായി പാർട്ടിയിൽ നിന്ന് അകന്ന് പാർട്ടിയെ വെറുത്തു തുടങ്ങും. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് ഇവിടെയും ആവർത്തിക്കും. CPM-ന്റെ ലോക്കൽ നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ പല ദുരൂഹമായ ഇടപാടുകൾ പല ജില്ലകളിലും നടത്തിയതായി നേരത്തെയും വാർത്തകൾ ഉണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത് CPM ഏരിയ സെക്രട്ടറിമാരും അല്ലെങ്കിൽ അവരുടെ ബിനാമികളും അവർക്ക് വേണ്ടപ്പെട്ടവരുമാണ് പല ജില്ലകളിലും. നേരത്തെ ആലപ്പുഴ ജില്ലയിൽ CPM-ൽ വലിയ വിഭാഗീയത ഉണ്ട് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഒപ്പം ആലപ്പുഴ ജില്ലയിലെ പല റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് CPM പ്രാദേശിക നേതാക്കളാണ്. സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് എന്ന വിലയിരുത്തലും പാർട്ടി തന്നെ നടത്തിയിരുന്നു. സമ്പൂർണ്ണമായി തിരുത്തിയില്ലെങ്കിൽ പാർട്ടി കൈവിട്ടു പോകും. ഇത്തരത്തിലുള്ള കാട്ടുകള്ളന്മാരെ വച്ചുകൊണ്ട് CPM എത്ര കാലം കേരളത്തിൽ പ്രവർത്തിക്കും? ഈ ചോദ്യമാണ് കോൺഗ്രസും BJP-യും ചോദിക്കുന്നത്. എന്തിന് CPM-ലെ തലമുതിർന്ന നേതാക്കളും ഇതുതന്നെയാണ് ചോദിക്കുന്നത്.